ഹലോ, ഇന്ന് നമ്മുടെ വീട്ടിലെ നെണ്ട കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള നെണ്ട് റോസ്റ്റ് റെസിപ്പി കാണാം. അപ്പോൾ അത് ഉമ്മ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കാണിച്ചത്: സവാള, 2 പച്ചമുളക്, പിന്നെ അത് മസാലകളാണ് കേട്ടോ. മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ തക്കാളി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, പിന്നെ വേപ്പില, മല്ലിച്ചപ്പ്. അപ്പോൾ ഇതാ തുടങ്ങണേ. വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് മിക്സ് ചെയ്യുക. ശേഷം സവാള ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ശേഷം ബാക്കി വെച്ച തക്കാളി മസാലകളും ഒക്കെ കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ക്രാബ് എടുത്ത് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. ശേഷം ഇതാ നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ മുരിങ്ങടലക്കറി, പപ്പടം, ചമ്മന്തി, മുളക് പൊരിച്ചത്, പിന്നെ അതാ നമ്മുടെ നെണ്ട് റോസ്റ്റ്. അതിൽ നിന്നൊരു പീസ് എടുത്ത് ചോറിലും കൂടി മിക്സാക്കി കഴിച്ച് സൂപ്പർ. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല സ്പൈസി ഉണ്ട് കേട്ടോ, കുരുമുളക് പൊടിയും ചേർത്തപ്പോൾ ഉഷാറായിരിക്കുന്നു. അപ്പോൾ ഇതാ നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്നാൽ ശരി, നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും വരാം. ബൈ, അസ്സലാമു അലൈക്കും, ടാറ്റാ.